ഗേറ്റിന് വണ്ടി ഒന്ന് തട്ടിയിരിക്കണ്. ചെറിയൊരു വെൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വന്ന് നോക്കിയപ്പോഴാണ് അറിയണത് വെൽഡിംഗ് മാത്രമല്ല. തട്ടിയത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഗേറ്റിനാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തുരുമ്പും കയറിയിട്ടുണ്ട്. ഇങ്ങനെ തുരുമ്പ് കയറാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ പറയാം. അങ്ങനെ നമ്മൾ ടൂൾസ് എല്ലാം സെറ്റ് ചെയ്യോളം വലിയ കുഴപ്പമില്ലായിരുന്നു. കണക്ഷൻ ആണ് കൊടുത്തോടു കൂടി തുടങ്ങിട്ടോ മഴ എന്ന് പറഞ്ഞാല് അതിശക്തമായ മഴ. അങ്ങനെ മഴ തോർന്നതും നേരെ പണി തുടങ്ങി. അങ്ങനെ നമ്മുടെ ബെൻഡായ ട്യൂബിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഫ്രെയിമിനെ നീർത്തലാണ്. മെയിൻ ഫ്രെയിമിനെ കട്ട് ചെയ്ത് നീർത്താതെ ജാക്കി വെച്ച് നീർത്താനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ജാക്കി ടൈറ്റ് ആകുന്തോറും നമ്മുടെ സെറ്റപ്പ് ബെൻഡാകാനും പൊട്ടാനും തുടങ്ങി. അങ്ങനെ കുറച്ചധികം നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ഗേറ്റിന്റെ മെയിൻ ഫ്രെയിം നൂർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മുൻപ് പറഞ്ഞ തുരുമ്പിന്റെ വിഷയത്തിലേക്ക് വന്നാൽ ഗേറ്റിന്റെ സകലമാന ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. അത് തന്നെയാണ് ഗേറ്റ് ഇതുപോലെ തുരുമ്പിക്കാനും കാരണം. സ്ക്വയർ ട്യൂബിൽ ചെയ്ത മിക്ക ഗേറ്റിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഗേറ്റിന്റെ നിർമ്മാണ സമയത്ത് കൃത്യമായിട്ട് പ്രൈമറും പുട്ടിയും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഗേറ്റിന് പുട്ടിയിടുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ റിപ്പയർ വർക്ക് ഇവിടെ തീർന്നിട്ടുണ്ട്. മറ്റൊരു വർക്കുമായിട്ട് വീണ്ടും കാണാം. ഗേറ്റിന് വണ്ടി ഒന്ന് തട്ടിയിരിക്കണ്. ചെറിയൊരു വെൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വന്ന് നോക്കിയപ്പോഴാണ് അറിയണത് വെൽഡിംഗ് മാത്രമല്ല. തട്ടിയത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഗേറ്റിനാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തുരുമ്പും കയറിയിട്ടുണ്ട്. ഇങ്ങനെ തുരുമ്പ് കയറാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ പറയാം. അങ്ങനെ നമ്മൾ ടൂൾസ് എല്ലാം സെറ്റ് ചെയ്യോളം വലിയ കുഴപ്പമില്ലായിരുന്നു. കണക്ഷൻ ആണ് കൊടുത്തോടു കൂടി തുടങ്ങിട്ടോ മഴ എന്ന് പറഞ്ഞാല് അതിശക്തമായ മഴ. അങ്ങനെ മഴ തോർന്നതും നേരെ പണി തുടങ്ങി. അങ്ങനെ നമ്മുടെ ബെൻഡായ ട്യൂബിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഫ്രെയിമിനെ നീർത്തലാണ്. മെയിൻ ഫ്രെയിമിനെ കട്ട് ചെയ്ത് നീർത്താതെ ജാക്കി വെച്ച് നീർത്താനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ജാക്കി ടൈറ്റ് ആകുന്തോറും നമ്മുടെ സെറ്റപ്പ് ബെൻഡാകാനും പൊട്ടാനും തുടങ്ങി. അങ്ങനെ കുറച്ചധികം നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ഗേറ്റിന്റെ മെയിൻ ഫ്രെയിം നൂർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മുൻപ് പറഞ്ഞ തുരുമ്പിന്റെ വിഷയത്തിലേക്ക് വന്നാൽ ഗേറ്റിന്റെ സകലമാന ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. അത് തന്നെയാണ് ഗേറ്റ് ഇതുപോലെ തുരുമ്പിക്കാനും കാരണം. സ്ക്വയർ ട്യൂബിൽ ചെയ്ത മിക്ക ഗേറ്റിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഗേറ്റിന്റെ നിർമ്മാണ സമയത്ത് കൃത്യമായിട്ട് പ്രൈമറും പുട്ടിയും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഗേറ്റിന് പുട്ടിയിടുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ റിപ്പയർ വർക്ക് ഇവിടെ തീർന്നിട്ടുണ്ട്. മറ്റൊരു വർക്കുമായിട്ട് വീണ്ടും കാണാം.